ഉണ്ണിക്കുട്ട നിന്റെ നിശ്ചയത്തിന്റെ ആളിന്റെ എണ്ണം എടുക്കണം. ആകെ 30 പേരുടെ ലിസ്റ്റേ എടുക്കാവുള്ളൂ. നിശ്ചയം നന്നായിട്ട് നടത്തണമെങ്കിൽ ഒരു 50 പേരെങ്കിലും മിനിമം വേണ്ടായോ? എന്റെ കൂട്ടത്തില്, എന്റെ അമ്മയുടെ കൂട്ടത്തില്, എന്റെ കൂട്ടത്തില് 15 പേര്. എന്തായാലും കുടുംബത്തിൽ ജനസംഖ്യ കൂടുതലാ. പക്ഷെ അങ്ങനെയല്ലല്ലോ അച്ഛന്റെ. നിങ്ങളുടെ അങ്ങ് നല്ലതാണല്ലോ എല്ലാരും അങ്ങ്. അച്ഛന്റെ കറക്റ്റ് ബന്ധം, അതായത് പ്രൈമറി ബന്ധം എടുത്ത അതിൽ തന്നെ 20 പേരുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ അമ്മ, അച്ഛൻ. പ്രൈമറി അല്ലേ, നേഴ്സറി പോയി പണി വല്ല നോക്കാം. എന്റെ വീട്ടിലുണ്ട് നല്ല ആൾക്കാര്, അവരുടെയും കൂടെ ലിസ്റ്റ് എടുക്കാം. അങ്ങനല്ലമ്മേ, അച്ഛന്റെ പറയുമ്പോ അച്ഛന്റെ ആങ്ങളെ അങ്ങനെ ഒരു 5-6 പേരുണ്ട്. അപ്പൊ അവരെല്ലാം വിളിക്കുന്നത് 20 ആയി. അമ്മയ്ക്ക് ഒരാങ്ങളെ ഒരു ചേച്ചിയല്ലേ ഉള്ളു. നിങ്ങളുടെ ആൾക്കാർ അങ്ങ് ഡീസന്റ് ഉള്ളവരാ. ഞങ്ങളുടെ ആൾക്കാരും അതുപോലെ ഡീസന്റ് ഉള്ളവരാടാ. അവരെ എല്ലാം വിളിക്കണം. അതാണോ ഞാൻ നിങ്ങളുടെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരുത്തി ഉണ്ടല്ലോ വലിയ കുറ്റം കണ്ടുപിടിക്കുന്നവള്, പപ്പടത്തിന്റെ സൈഡ് പൊട്ടിയിരിക്കുന്ന, പപ്പടം കൊള്ളത്തില്ലായിരുന്നു, ഉപ്പില്ലായിരുന്നു എന്ന് പറഞ്ഞ അവളെ വിളിക്കുന്നില്ല. അങ്ങനെയാണ് എന്റെ ആൾക്കാരെ വിളിക്കണം. ഈയാടാ അമ്മയുടെ എല്ലാ ബന്ധുണ്ടല്ലോ. ആരാണ്ടറ കല്യാണത്തിന് പോയി സാമ്പാർ വെച്ചപ്പോ സാമ്പാറിൽ വന്ന മുരിങ്ങയ്ക്കകത്ത് ഉണ്ടയില്ലെന്ന് പറഞ്ഞു. മുരിങ്ങയ്ക്കകത്ത് ഉണ്ടയോ? ശർക്കര ആര് പറയാ അങ്ങനെ? അമ്മയുടെ ബന്ധു പറഞ്ഞ മുരിങ്ങയ്ക്ക് ഇങ്ങനെ വളിച്ചു നോക്കിയപ്പോ അകത്ത് ഉണ്ടയില്ലെന്ന്. വളിച്ചു നോക്കിയപ്പോ പിന്നെ ഞങ്ങളുടെ ആൾക്കാരൊന്നും അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവിടെ അടി ഉണ്ടായി, മുരിങ്ങയ്ക്ക് ഉണ്ടയില്ലെന്ന്. എവിടെ അടി ഇല്ലാത്തത് അത് പറ. എന്നിട്ട് വലിയ കാര്യം കൊണ്ട് വന്നേക്കുവാ. നീ വലിയ വാചകം അടിക്കുന്നു. നിന്റെ അച്ഛന്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണം ഉണ്ട് ഒരുത്തി. അവളൊരു കല്യാണത്തിന് പോയി. ഞാൻ അവിടെ പോയി നാണം കണ്ടു. പപ്പടത്തിന്റെ സൈഡ് പൊട്ടിയിരിക്കുന്നു കൊണ്ട് അവിടെ കിടന്ന് എന്തോ ഒരു ഷോ ആയിരുന്നു. കൊടുത്തു ഞാൻ ഒരെണ്ണം. അമ്മ അടിച്ചോളെ? ഞാൻ എന്റെ കയ്യിലിരുന്ന പപ്പടം അവക്ക് അങ്ങ് കൊടുത്ത് നാണം കെടുത്താനായിട്ട്. പപ്പടം കൊടുത്ത് മാതൃകയായി ശൈല. നമ്മൾ കാണാത്തത് അവള് കാണും, നമ്മൾ കേൾക്കാത്തത് അവള് കേൾക്കും. പിന്നെന്താ അവള് ഡീകോഡ് ചെയ്യും ഓരോന്ന്. അറിയാവോ? അവൾ ആരുടെ മോളാന്നാ വിചാരം? ഇത്ര ഷോ ഷാർജാറിന്റെ തന്നെ ആയിരിക്കും. അമ്മയുടെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട് അവക്ക്. ഒന്ന് അന്വേഷിച്ചു. ഞാൻ ഡീസന്റാടാ. സുനുവിനെ വിളിക്കത്തില്ല. എന്താ? സുനുവിന്റെ മോന്റെ കല്യാണത്തിന് എനിക്ക് പപ്പടം കിട്ടിയില്ല, വിളിക്കത്തില്ല. അമ്മ അങ്ങനെയുള്ളതുകൊണ്ട് സുനുവിനെ വിളിക്കണം. എന്തോ ഇനി? എന്നിട്ട് അമ്മ ഈ പൊടിയാത്ത പപ്പടം കൊണ്ട് കൊടുക്കാൻ നേരം പൊടിച്ചും ഇട്ട് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് പൊടിച്ചും ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തെ എല്ലാം അങ്ങ് തീരുവോ? പിന്നെ ഒരു പപ്പടത്തിന് വലിയ അടി ഉണ്ടാക്കാതമ്മേ. എടാ പപ്പടത്തിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, അറിയാവോ? ഒരു ചോറുണ്ടുമ്പോ ആ പപ്പടമില്ല, ആ രസമില്ല. നിനക്കിതെന്താ അറിയാ? വിളിക്കുന്നില്ല സുനുവിനെ? ഇല്ല, വിളിക്കുന്നില്ല. അവളെ പപ്പടമില്ല. പപ്പടമില്ല, തന്നില്ല, പപ്പടം തീർന്നു പോയെന്ന്. ഇതാണോ മര്യാദ? പിന്നെ അമ്മയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കൂ കല്യാണം. ഞാൻ മേടിപ്പിക്കുവാടാ അതിന് മുമ്പ്. എളുപ്പം വെപ്രാളം തല്ലി. നിന്റെ അച്ഛന്റെ വീട്ടുകാരുടെ പേരെഴുതാ. രാധാമണി, രാധാമണിയുടെ മോൻ നന്ദു. ഭാര്യയെ വിളിക്കണ്ടായോ? വേണ്ട, അവരെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ഇനി എന്റെ വീട്ടുകാരുടെ ലിസ്റ്റ് എഴുതട്ടെ. 3 ഇനി ഉണ്ട്. കിന്നാരി, ഷീജാമ്മ. മതി, രണ്ടുപേരെ വിളിച്ചാൽ മതി. കിന്നാരിയുടെ ഭർത്താവിനെ വിളിക്കണ്ടല്ലോ. അഭിനേഷിനെ ഒക്കെ വിളിക്കണം. എന്തിന്? നീ അല്ലല്ലോ പറയുന്നത്. അവിടെ നന്ദുവിന്റെ ഭാര്യ വിളിച്ചില്ലേ, പിന്നെ എന്തിനാ അവിടെ അഭിനേഷിന്റെ ഭാര്യ വിളിക്കുന്നത്? അത് വേറെ, ഇത് എനിക്ക് വിളിക്കണം. കിന്നാരിയുടെ അച്ഛനും അമ്മയും എല്ലാം വിളിക്കണം. അവർക്ക് ഞാനുമായിട്ട് ബന്ധമുള്ളതാ. അയ്യോ, ഇതപ്പോ അച്ഛനുമായിട്ട് ബന്ധമുള്ളത്. നന്ദുവിന്റെ ഭാര്യ അവരുടെ വീട്ടുകാരെ വിളിക്കണം. പണി വല്ലതും നോക്കി ഇവരെയാ വിളിക്കേണ്ടത്. പിന്നെ എന്തുവാ? എനിക്ക് ബന്ധമുണ്ടോ അവരെല്ലാം? നിങ്ങളെ ആൾക്കാർ വലുതാണ്, എന്റെ ആൾക്കാരും വലുതാ. എല്ലാരെയും വിളിക്കും ഞാൻ. ഇതിപ്പോ 30 തീർക്കാൻ 45 ആയല്ലോ ലിസ്റ്റ്. എന്റെ ആൾക്കാരാണോ എല്ലാം? ആണ്. അമ്മയുടെ ഉണ്ടില്ലയോ ഷീജാമ്മയുടെ മോള്, ഷീജാമ്മയുടെ ഭർത്താവിന്റെ വീട്ടുകാര് എല്ലാമായി. ഇവിടെ അച്ഛന്റെ വീട്ടുകാരെന്തുവാ? അച്ഛന്റെ അനിയത്തിയുടെ മോൻ അവിടെ വരെ ആയിട്ട് നിർത്തുവാ. പിന്നെ ഉണ്ട്, ഇനിയും കിടക്കുന്നു. രാധാമണി, സ്മിത, നന്ദു എല്ലാരും ഉണ്ട്. നന്ദുവിന്റെ പെണ്ണിന്റെ വീട്ടുകാര്, കണ്ണന്റെ പെണ്ണിന്റെ വീട്ടുകാര്, അവരെയൊക്കെ ഒരാളെ വിളിച്ചാൽ മതി. വേണ്ടേ? അപ്പുറത്തെ രായനെ വിളിക്കും, പിന്നെ സോമനെ വിളിക്കത്തില്ല. അമ്മ രായനെ വിളിക്കാതെ സോമനെ വിളിച്ച്, സോമൻ വിളിച്ച് രായനോട് പറയത്തില്ല രായനെ മാത്രം വിളിച്ചെന്ന്. അപ്പൊ അവർ രണ്ടുപേരെയും കൂടെ വിളിച്ചാലോ മൊത്തം കൊതിഞ്ഞോണയായിരിക്കും. നീ നിന്റെ കാര്യം നോക്ക്, ഒരാളെ വിളിച്ചാൽ മതി. അമ്മ അവര് തമ്മി അടി അമ്മ. അപ്പൊ അവര് തമ്മി ഒന്നിച്ച് കണ്ട പ്രശ്നം. എന്നാ രണ്ടുപേരെയും വിളിക്കണ്ട. ഓക്കെ, തീർന്നു. വേണ്ടേ? ചന്ദനെ വിളിക്കത്തില്ല. എന്താ? അവക്ക് എന്നെ ഇഷ്ടമേ അല്ല. നിങ്ങൾ അച്ഛനെ മോനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സ്നേഹവും കാരുണ്യവും ഒക്കെ. ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് വിളിക്കാതിരിക്കോ ചെയ്യും. നിങ്ങളങ്ങ് ചെല്ലി, നിങ്ങൾ കാണുമ്പോഴത്തേക്ക് അങ്ങ് ഇതല്ലയോ അങ്ങ്. വിളിക്കും. ഞാൻ വിളിക്കത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പിള്ളേർ സെറ്റിനെ ഒന്നും വിളിക്കണ്ട. അപ്പൊ അടുത്തുള്ള ദിവസമേ വെക്കാവുള്ളൂ നിശ്ചയം. അല്ലേ അലമ്പ, പിള്ളേർ കിടന്ന് ബഹളവാ. ഉള്ള കാര്യമാ പറഞ്ഞത്. എന്തോ പറയുന്നു? പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ഏതെങ്കിലും ഒരു ദിവസം വെച്ചാൽ മതി. അതാകുമ്പോ ജോലിക്ക് കൊണ്ടുവരൊക്കെ ജോലിക്ക് അപ്പൊ ആള് കുറയും മോനെ.
അതാ നല്ലത്. അടിപൊളി. ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടെ ഇപ്പോഴെങ്കിലും നിന്നല്ലോ. ഹർത്താലെന്നങ്ങ് വെച്ചാല്. ആ അതാ ബെസ്റ്റ്. ബസ് വേണ്ട, ഒന്നും വേണ്ട, നമ്മുടെ വണ്ടി മാത്രം കല്യാണം എഴുതി ഒട്ടിച്ചങ്ങ് പോവാം. അതാ ഏറ്റവും നല്ല, നിനക്ക് അതാ ചേരുന്നത്, അത് മതി. ആ ഓക്കെ, അപ്പൊ അത് നോക്കിയിരി, എന്നാ ഹർത്താൽ വരുന്ന നോക്കി കല്യാണ ഡേറ്റ് എടുത്താൽ മതി. എന്താ പറയുന്നത്? ശരി, ഓക്കെ. ഞാൻ ഉണ്ണി ഒരു കാര്യം കൂടെ അമ്മ ഇപ്പഴാ ഓർത്തേ. നിന്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിനും കാറുള്ളവരുണ്ടല്ലോ, അവരെ വിളിക്കുക. അപ്പം അവര് പെട്രോൾ അടിച്ചങ്ങ് വന്നോളും. അതുപോലെ അവര് കുറച്ചുപേരെയും കൊണ്ടുപോയിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങത്തില്ല. അത് മാത്രമല്ല, എല്ലാവരോടും പറയണം ഡയറക്റ്റ് പന്തലി വന്നാ മതി. ആരും വീട്ടിലോട്ട് വരണ്ട, വന്നാ പിന്നെ ഫുഡ് കൊടുക്കണ്ടായോ? ആ ശരിയാ. കാർഡിനകത്ത് എഴുതി വെക്കാം, ഡയറക്റ്റ് ടു പന്തൽ, നോട്ട് ടു ഹോം. ഓഡിറ്റോറിയം, നോ ഹോം, ഓൺലി ഓഡിറ്റോറിയം. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. 5 പൈസയുടെ ചെലവും ഇല്ല. ശീലക്കുഞ്ഞമ്മേ, ഉണ്ണിക്കുട്ടനെ നിശ്ചയം പറയാൻ വിളിച്ചതാ കേട്ടോ. ആരോടും പറയുന്നില്ല, ഞാൻ അക്കയോട് മാത്രമേ പറയുന്നുള്ളൂ. അക്കയാകുമ്പോൾ ആരോടും പറയത്തില്ലല്ലോ. ആ കേട്ടോ, ഏപ്രിൽ 18. ശരി. ഇനി ഷീല വിളിച്ച് രംഗുവിനോടും സുശീലയോടും മുത്തിനോടും കിന്നാരോടും എല്ലാം പറഞ്ഞോളൂ. എനിക്ക് ജോലിയൊന്നുമില്ല ഇപ്പോൾ, ആവും എല്ലാടും ഉറപ്പാ. ഇനി ലീലയോട് പറയാം, അണ്ണൻ്റെ കുടുംബത്തെയാ. ആ ഹലോ ലീലേ, കുഞ്ഞിൻ്റെ നിശ്ചയം ഏപ്രിൽ 18. ആരോടും പറയുന്നില്ല, നിങ്ങളോട് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ആ വരണേ, എല്ലാവരും ഓഡിറ്റോറിയത്തിലോട്ട് നേരിട്ടങ്ങ് വന്നേക്കണം. ശരി, ഓക്കെ. 10 മണി കഴിഞ്ഞ്. അതും സമാധാനമായി. അച്ഛൻ്റെ കുടുംബം മൊത്തമാക്കും. എല്ലാവരെയും വിളിച്ചോളൂ, സീതാ രാധാമണി എല്ലാവരോടും പറഞ്ഞോളൂ. അതുമായി. അപ്പോൾ എല്ലാം ഓക്കെ ആയി.